നമ്മളിപ്പോൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ വൈദ്യുതി ബില്ല് കൂടും എന്നുള്ളത്. പൊതുവേ ചൂടുകാലത്ത് കൂടും, നമ്മുടെ ഫാനിൻ്റെ ഉപയോഗം, എ സിയുടെ ഉപയോഗം കൂടുതലാണ്. അപ്പോൾ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലോ ഒക്കെ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര മാത്രം ഉണ്ടെന്നുള്ളതും അതുമായിട്ട് ഏകദേശം ബില്ല് എത്ര വരും എന്നൊക്കെ നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വൈദ്യുതി എങ്ങനെ അളക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒരു 40 വാട്ട് ബൾബ് 1 മണിക്കൂർ കത്തിച്ചാൽ അത് 40 വാട്ട് അവർ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. 40 വാട്ട് അവർ വൈദ്യുതി ഉപയോഗിക്കും. അതായത് 40 വാട്ട് ബൾബ് 1 മണിക്കൂർ നമ്മൾ കത്തിച്ചാൽ അത് ഉപയോഗിക്കുന്നതാണ് 40 വാട്ട് അവർ. അതേപോലെ ഒരു 100 വാട്ട് ബൾബ് ഒരു 10 മണിക്കൂർ നമ്മൾ ഉപയോഗിച്ചാൽ അവിടെ ഉണ്ടാകുന്ന വൈദ്യുതി അല്ലെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 1000 വാട്ട് അവർ ആണ്. 1000 വാട്ട് അവർ അല്ലെങ്കിൽ 1 കിലോ വാട്ട് അവർ, KWH എന്ന് പറയും. ഈ 1 കിലോ വാട്ട് അവർ ആണ് നമ്മുടെ വൈദ്യുതി മീറ്ററിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് വൈദ്യുതി എന്ന് പറയുന്നത്. നോക്കി നോക്കൂ, ഒരു ട്യൂബ് ലൈറ്റ് 20 വാട്ടിന്റെ ട്യൂബ് ലൈറ്റ് ആണ്, അത് 3 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ മൊത്തം ഉപയോഗം എത്ര? 60 ആണ്. നമ്മൾ 6 മണിക്കൂർ യൂസ് ചെയ്താൽ എത്ര വാട്ട് അവർ ഉണ്ടാവും? 360 വാട്ട് അവർ. എന്താ വെച്ചാൽ ബൾബ് നമ്മൾ സാധാരണ എത്ര വാട്ടിൽ എന്നുള്ളതാണ് പറയുക. 360 വാട്ട് അവർ ഉണ്ട്. ഇപ്പോൾ കിലോ വാട്ട് അവർ ആക്കുമ്പോൾ 0.36. ഇതേപോലെ ബൾബിന്റെ ഉണ്ട്, ഫാനിന്റെ ഉണ്ട്, ഫ്രിഡ്ജിന്റെ ഉണ്ട്. ഓരോന്നും എത്ര കിലോ വാട്ട് അവർ വൈദ്യുതി ഉപയോഗിക്കും നോക്കും. അതിന് നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കും. അപ്പൊ നമുക്ക് ഒരു ദിവസത്തെ കൺസംഷൻ, ഒരു ദിവസം ഉപഭോഗം എത്ര കിട്ടി? 3.9 യൂണിറ്റ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഏകദേശം ശരാശരി ഒരു മാസത്തെ ഉപയോഗം എന്ന് പറയുന്നത് 115.9 യൂണിറ്റ് ആണ്. നമുക്ക് 2 മാസം കൂടുമ്പോഴാണ് ബില്ല് വരിക. അപ്പൊ 2 മാസത്തെ ഉപയോഗം എത്രയാ? 231.8. ഒരു ശരാശരി വീട്ടിൽ ഇത്ര വരും. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വൈദ്യുതി ഉപയോഗം കൂട്ടി നോക്കുമല്ലോ. അതുപോലെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, വൈദ്യുതി ഉപയോഗം കുറയ്ക്കല് നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം കൂടിയാണ്. നമ്മുടെ ഭൂമിയെയും നമ്മുടെ പ്രകൃതിയെയും അതിലത്തെ റിസോഴ്സസ് ഒക്കെ അതേപോലെ നല്ല രീതിയിൽ സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ട ഉത്തരവാദിത്തം കൂടെ നമ്മുടേതാണ്.